രാജ്യം മുഴുവൻ ഭരിക്കുന്നത് 6-8 പേരാണെന്നും എല്ലാ വ്യവസായങ്ങളും രാജ്യത്തെ 3-4 ആളുകൾക്ക് മാത്രമാണ് നൽകിയതെന്നും ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അമിത്ഷായുടെ മകൻ ക്രിക്കറ്റ് ബാറ്റ് കൈകൊണ്ട് പോലും എടുത്തിട്ടില്ല. പക്ഷേ അദ്ദേഹം ക്രിക്കറ്റിലെ ചുമതലക്കാരനാണ്. ജയ്ഷയുടെ പേര് പറയാതെയാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ പരിഹസിച്ചത്. ആനന്ദ് നഗറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ പ്രസംഗിക്കവെയാണ് അമിത്ഷായുടെ മകൻ ജയ്ഷയുടെ യോഗ്യത രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തത്. കഴിഞ്ഞയാഴ്ച BCCI സെക്രട്ടറിയായ ജയ്ഷ ICC ചെയർമാനായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഗ്രേഗ് ബാർക്ലേയ്ക്ക് പകരക്കാരനായി ഡിസംബർ 1 ജയ്ഷ ചുമതലയിൽ വരും. ICCയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാനാണ് ഗുജറാത്തുകാരൻ. ബാർക്ലേ 2020 മുതൽ 2 തവണ ICC അധ്യക്ഷനായി ചുമതലയേറ്റിരുന്നു. എന്നാൽ താൻ സ്ഥാനത്തു നിന്നും മാറുമെന്നും 3-ാം തവണയും തുടരില്ലെന്നും ബാർക്ലേ വ്യക്തമാക്കിയതിനെ തുടർന്നാണ് ജയ്ഷ പുതിയ നിയോഗം ചേരുന്നത്. മുമ്പ് ക്രിക്കറ്റുമായി ബന്ധമില്ലാതിരുന്ന ജയ്ഷ BJP കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയതോടെയാണ് പതിയെ കളിയുടെ അധികാര വഴിയിലേക്ക് കാർഡെടുത്തത്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറിയായി 2019 തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം രാജ്യത്തിന്റെ ക്രിക്കറ്റ് ഭരിക്കുന്നതും അമിത്ഷായുടെ മകനും കൂട്ടാളികളുമാണെന്നത് യാഥാർത്ഥ്യമാണ്. ജഗ്മോഹൻ ഡാൽമിയ, ശരത് പവാർ, N ശ്രീനിവാസൻ, ശശാങ്ക് മനോഹർ എന്നിവർക്ക് ശേഷം ICCയുടെ തലപ്പത്തുനിന്ന് 5-ാമത്തെ ഇന്ത്യക്കാരൻ എന്ന പ്രത്യേകതയും ജയ്ഷയ്ക്കുണ്ട്. ഈ സാഹചര്യത്തിലാണ് രാജ്യം ഭരിക്കുന്നത് ഒരു കൂട്ടം ആളുകളാണെന്നും അതിന്റെ ഫലമായി അമിത്ഷായുടെ മകൻ ക്രിക്കറ്റിന്റെ ചുമതലയേൽക്കുന്നതെന്നും വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്. എല്ലാ ബിസിനസ്സുകളും രാജ്യത്തെ 3-4 ആളുകളിൽ മാത്രം കേന്ദ്രീകരിച്ച് അവർക്ക് മാത്രമാണ് നൽകിയിരിക്കുന്നതെന്ന് കോൺഗ്രസ് അവർ പങ്കിട്ട വീഡിയോയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. കാശ്മീർ താഴ്വരയിൽ രാഹുൽ ഗാന്ധി ആനന്ദ് നഗറിൽ തെരഞ്ഞെടുപ്പ് റാലി നടത്തി. കഴിഞ്ഞ ആഴ്ച ജയ്ഷ ICC ചെയർമാനായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഗ്രേഗ് ബാർക്ലേയ്ക്ക് പകരക്കാരനായി ഡിസംബർ 1 അദ്ദേഹം തന്റെ കാലാവധി ആരംഭിക്കുകയാണ്. 2019 ഒക്ടോബർ മുതൽ BCCIയുടെ സെക്രട്ടറിയാണ് ജയ്ഷ. പിന്നീട് അദ്ദേഹം 2022 ICCയുടെ സ്വാധീനമുള്ള ഫിനാൻസ് ആൻഡ് കൊമേഴ്സ് അഫയേഴ്സ് കമ്മിറ്റിയുടെ ഭാഗമാവുകയും 2023 സംഘടനകളുടെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. ICC ചെയർമാനായി ചുമതലയേറ്റ ശേഷം താൽപര്യവൈരുദ്ധ്യം ഒഴിവാക്കാൻ ഷാ ബിസിനസ്സിലേക്ക് തന്റെ റോളിൽ നിന്ന് മാറേണ്ടി വരുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. BJP അധ്യക്ഷൻ അമിത്ഷായുടെ മകൻ പാർട്ടിയുടെ ഭരണകാലത്ത് അവിശ്വസനീയമായ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതിനെക്കുറിച്ച് പ്രതികരിച്ച് അതിൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. മോദിജി, താങ്കൾ കാഴ്ചക്കാരനായി അഭിനയിക്കുകയാണോ അതോ ഈ കച്ചവടത്തിൽ പങ്കാളിയാണോ, എന്തെങ്കിലും ഒന്ന് പറയൂ എന്നാണ് രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചത്. മാത്രമല്ല, കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തിയ ശേഷം അമിത്ഷായുടെ മകൻ ഷായുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ വിറ്റുവരവ് 16,000 മടങ്ങ് വർദ്ധിച്ചെന്ന ആരോപണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJP അധ്യക്ഷൻ അമിത്ഷയ്ക്കുമെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരുന്നു. അമിത്ഷായെ മകനെ വിമർശിച്ച് പലതവണ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിട്ടുണ്ട്. മോദി സർക്കാരും ഇവർക്ക് പിന്തുണ നൽകുന്നുണ്ടെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ മോദി സർക്കാരിന്റെ നടപടികളെയും രാജ്യത്ത് നടക്കുന്ന അഴിമതികളെയും ശക്തമായി തന്നെ വിമർശിക്കുന്നുണ്ട്.